പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ ആദ്യത്തെയും രണ്ടാമത്തെയും ചാപ്റ്റേഴ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അതിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്ന പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ്. 1 മാർക്ക് മുതൽ 8 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ശ്രദ്ധാപൂർവം പഠിക്കുക, അതുപോലെ തന്നെ ചെയ്ത് നോക്കുക, പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. നമുക്കാദ്യം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് റിവാലുവേഷൻ അക്കൗണ്ട് മീൻസ്. ക്രെഡിറ്റ് ബാലൻസ്, റിവാലുവേഷൻ അക്കൗണ്ടിലെ ക്രെഡിറ്റ് ബാലൻസ് ആയാൽ അതിന്റെ മീനിങ് റിവാലുവേഷൻ പ്രോഫിറ്റ്. At the time of admission of a new partner in a firm, unrecorded liability will be debited to dash account. At the time of admission of a new partner, ഒരു പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അൺറെക്കോർഡഡ് ലയബിലിറ്റി ഡെബിറ്റ് ചെയ്യുന്നത് ഏതിലേക്കാണ്? റിവാലുവേഷൻ അക്കൗണ്ടിലേക്കാണ്. റിവാലുവേഷൻ അക്കൗണ്ട്. At the time of admission of a partner in a firm, undistributed profit or general reserve are appearing in the old balance sheet is transferred to. അതായത് അഡ്മിഷന്റെ സമയത്ത് ഓൾഡ് ബാലൻസ് ഷീറ്റിലുള്ള അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റോ ജനറൽ റിസർവ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. Manoj and Manju are partners in the firm, sharing profit and losses in the ratio of 3:2. They admit Manu for 1/4 share of profit. Then the sacrificing ratio of Manoj and Manju will be dash. ഇതിൽ 2 പാർട്ട്നേഴ്സ് എന്നുള്ളത് മനോജ് ആൻഡ് മഞ്ജു. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊടുത്തിട്ടുണ്ട് 3:2. ഒരു പുതിയൊരു പാർട്ട്ണർ ആയിട്ടുള്ള മനുവിനെ 1/4 ഷെയറിന് അവര് പുതിയതായിട്ടുള്ള പാർട്ട്ണർ അഡ്മിറ്റ് ചെയ്യുന്നു. അവരുടെ സാക്രിഫൈസ് റേഷ്യോ കാണാനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ അവരുടെ ഓൾഡ് റേഷ്യോ തന്നെയായിരിക്കും എന്തായിട്ട് വരിക? സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ഓൾഡ് റേഷ്യോ തന്നെയാണ് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. നമുക്ക് അതിന്റെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു കേസ് ആണെങ്കിൽ നമുക്ക് അത് നേരിട്ട് എടുത്തെഴുതാവുന്നതാണ്. The revaluation profit or loss at the time of admission of a partner is shared by dash. അതായത് റിവാലുവേഷൻ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ, അഡ്മിഷന്റെ സമയത്ത് ഉണ്ടാവുന്ന റിവാലുവേഷൻ പ്രോഫിറ്റോ ലോസോ ഉണ്ടെങ്കിൽ അത് ആരാണ് ഷെയർ ചെയ്യുന്നത്? ഓൾഡ് പാർട്ട്നേഴ്സ് ആണ് ഷെയർ ചെയ്യുന്നത്. The share of goodwill brought in by new partner in cash is called premium. അതായത് ഗുഡ്വില്ല് കൊണ്ടുവരികയാണ് ഒരു പുതിയ പാർട്ട്ണർ, ക്യാഷ് ആയിട്ട് കൊണ്ടുവരുന്ന ഗുഡ്വില്ലിനെ പറയുന്നതാണ് പ്രീമിയം എന്നാണ് പറയാം. സാക്രിഫൈസിംഗ് റേഷ്യോ is calculated on dash of a partner. ഏത് സമയത്താണ് സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അഡ്മിഷന്റെ സമയത്താണ്. ശ്രദ്ധിക്കുക, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 or 3 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ, വാട്ട് യു മെൻ ബൈ റീകൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് റീകൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട്ണർഷിപ്പ് ഫേം, അതിന്റെ മീനിങ് ഇവിടെ എഴുതേണ്ടത്. 2 or 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾ കണ്ടന്റ് എഴുതിയാൽ മതി. Then write any 3 situations in which the reconstitution of a firm take place. ഏതെങ്കിലും 3 സിറ്റുവേഷൻസ്, റീകൺസ്റ്റിറ്റ്യൂഷൻ സംഭവിക്കാവുന്ന 3 സിറ്റുവേഷൻസ്. നമുക്കറിയാം ഒന്നിലധികം സിറ്റുവേഷൻസ് ഉണ്ടെന്ന് അറിയാം. നമ്മൾ പല സിറ്റുവേഷൻസും പഠിച്ചിട്ടുണ്ട്. അതിൽ 3 സിറ്റുവേഷൻസ് നിങ്ങളോട് പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Then next one, list out the 2 main rights acquired by newly admitted partner of a firm. അതായത് പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന പാർട്ട്ണർക്കുള്ള 2 മെയിൻ ആയിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കുക. എക്സ്പ്ലെയിൻ എനി 4 ഫാക്ടേഴ്സ് എഫക്ടിങ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. അതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ ഓഫ് ഗുഡ്വില്ലിനെ, അതായത് ബാധിക്കാവുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ്വില്ലിനെ ബാധിക്കാവുന്ന ഘടകങ്ങൾ 4 ഘടകങ്ങളെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Write any 3 items that normally appearing on the credit side of revaluation account. റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലുള്ള ഏതെങ്കിലും 3 ഐറ്റംസിനെ കുറിച്ച് നിങ്ങൾ എഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then next, calculation of new profit sharing ratio and sacrificing ratio. അതായത്
സാക്രിഫൈസ് റേഷ്യോയും അതുപോലെ തന്നെ സാക്രിഫൈസ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും നമുക്ക് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിന്റെ കാൽക്കുലേഷൻസ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അത് ഒന്ന് നന്നായിട്ട് നോക്കി പോകണം. പ്രോബ്ലം ആണ് അത്. കാൽക്കുലേഷൻ ഓഫ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആൻഡ് സാക്രിഫൈസിംഗ് റേഷ്യോ, അതിന്റെ പ്രോബ്ലംസും നോക്കി പോവാം. Illustration 1. Compute the value of goodwill on the basis of 4 years of purchase of the average profit based on the last 5 years. നമുക്കിവിടെ തന്നിരിക്കുന്നത് the profit for the last 5 years were as follows. 5 വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? 4 years of purchase of average profit. അപ്പോൾ ഇവിടെ അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 4 years ആണ്. ആ 4 yearsന്റെ നമുക്ക് ഗുഡ്വില്ല് നമുക്ക് കണ്ടെത്തണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 30,000, 40,000, 35, 45, 50. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ പ്രോഫിറ്റ് കിട്ടി. ഈ ടോട്ടൽ പ്രോഫിറ്റിനെ നമുക്ക് എത്ര വർഷത്തെയാണ്? 2010 മുതൽ 14 വരെയാണ്. അപ്പോൾ 5 വർഷത്തെ പ്രോഫിറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഹോൾ ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും. അപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 5. നമ്മുടെ ഫോർമുല എന്തായിരുന്നു? ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ടോ? 1, 2, 3, 4, 5. 5 വർഷത്തെ നമുക്ക് തന്നിരിക്കുന്നത് ഡിവൈഡഡ് ബൈ 5. അപ്പോൾ 2 lakh ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 40,000 ആണ് ആവറേജ് പ്രോഫിറ്റ് കിട്ടിയത്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യണം. 4 years purchase of 5 years average profit. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 4 years purchase of 5 years average profit. 4 വർഷത്തെ പർച്ചേസിന്റെ 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ്. അപ്പോൾ 4 into 40,000. അപ്പോൾ എത്രയാണ് പറയുന്നത്? 40,000 ആവറേജ് പ്രോഫിറ്റ്. 4 into 40,000 എന്ന് പറയുമ്പോൾ 1,60,000 ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? ആവറേജ് പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നമുക്ക് എന്ത് കിട്ടുന്നത്? ഗുഡ്വിൽ ആയിട്ട്. 4 into 40,000 എന്ന് പറയുന്നത് 1,60,000 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗുഡ്വിൽ ആയിട്ട് ഇവിടെ ലഭിക്കുന്നത്. ഗുഡ്വിൽ ഈക്വൽ ടു 1,60,000. ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 40,000. Illustration 2. Calculate the amount of goodwill at 3 years of purchase, the last 5 years of profit. The firm earned profit during the first 3 years, rupees 25,000, 23,000 and 30,000, and suffered losses of 10,000 and 8,000 in the 4th and 5th year. നമുക്കിവിടെ തന്നിട്ടുള്ളത് ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 3 years of purchase, നമ്മളോട് 3 years of purchaseന്റെ ഗുഡ്വില്ലാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ എന്താണ്? 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. 5 വർഷത്തെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കാണണം. അതിൽ ആദ്യത്തെ 3 വർഷം പ്രോഫിറ്റും പിന്നത്തെ 2 വർഷങ്ങളിലെ ലോസും ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് കാണേണ്ടതെന്ന് നോക്കാം. ആവറേജ് പ്രോഫിറ്റിന്റെ ഫോർമുല എന്താണ്? ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. അവിടെ നമുക്ക് ആദ്യം പ്രോഫിറ്റ് എഴുതാം. 25,000, 23,000, 30,000. പിന്നെ 2 വർഷങ്ങളിലെ ലോസ് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? അതിനെ നമ്മൾ ലെസ് ചെയ്യണം. ലെസ് 10,000 മൈനസ് 8,000. ഹോൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 5 ആണ്. നമ്മൾ അതും പറഞ്ഞിരുന്നു. ഒരു ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സിൽ നമ്മൾ ലോസ് ആണെങ്കിൽ പോലും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലെ? ടോട്ടൽ അതായത് നമ്പർ ഓഫ് ഇയേഴ്സിൽ 2 വർഷം ലോസ് ആണെങ്കിൽ പോലും അതിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ടോട്ടൽ 5 years ആണ് വന്നിട്ടുള്ളത്. ദെൻ ആവറേജ് പ്രോഫിറ്റ് ഈക്വൽ ടു 60,000 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 12,000. ഇനി വളരെ ഈസിയാണ്. എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക? എങ്ങനെയാണ്? നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് പർച്ചേസ് നമുക്ക് തന്നിട്ടുണ്ട്. 3 എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. 3 years ഓഫ് പർച്ചേസ്. 3 years ഓഫ് പർച്ചേസ് ഓഫ് 5 years ആവറേജ് പ്രോഫിറ്റ്. 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 12,000. അപ്പോൾ 3 into 12,000 ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 36,000 ആണ് നമുക്ക് ഗുഡ്വില്ലിന്റെ വാല്യൂ വരുന്നത്. 36,000. നമുക്കൊരു ഇലസ്ട്രേഷൻ നോക്കാം. രാജൻ ആൻഡ് മോഹൻ ആർ ഇൻ പാർട്ട്ണർഷിപ്പ്, sharing profit and losses in the ratio of 3:2. They admit Govind into partnership, who pays
40,000 for his capital and 5,000 as goodwill for sixth share in future profit. Okay, ഇവിടെ പറയുന്നത് എന്താണ്? Show the journal entry necessary to record the above. നമുക്ക് പറഞ്ഞ എൻട്രി അനുസരിച്ച് റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. രണ്ട് പാർട്ട്നേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ആരൊക്കെയാണ് എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ്? രാജൻ ആൻഡ് മോഹൻ. അവര് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഷെയർ ചെയ്യുന്ന റേഷ്യോ 3:2 ആണ്. അവരുടെ പുതിയ പാർട്ട്ണർ ആരാണ്? ഗോവിന്ദ് എന്ന് പറയുന്ന ഒരു പുതിയ പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്നു. അദ്ദേഹം കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ആണ് 40,000, ഗുഡ്വിൽ ആയിട്ട് 5,000 കൊണ്ടുവരുന്നു. ഫോർ എ സിക്സ്ത് ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റ്. സിക്സ്ത് ഷെയർ ഇൻ ഫ്യൂച്ചർ പ്രോഫിറ്റിലാണ് അവര് ആള് കൊണ്ടുവരുന്ന ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു ജേർണൽ എൻട്രി എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ എൻട്രി എങ്ങനെ എഴുതുക? ആദ്യം നമ്മൾ ഗോവിന്ദ് കൊണ്ടുവരുന്ന ക്യാപിറ്റലും ഗുഡ്വിൽ ആണ് എഴുതുന്നത്. അപ്പൊ അതിന് എൻട്രി എന്താ വരിക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഗോവിന്ദ്സ് ക്യാപിറ്റൽ. നമ്മൾ പഠിച്ച പോലെ തന്നെ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാപിറ്റൽ ആണ്. ഇവിടെ നമ്മൾ ആരാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്? ഗോവിന്ദ് ആണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു ഗോവിന്ദ്സ് ക്യാപിറ്റൽ ബീയിങ് ദ എമൗണ്ട് brought in by him as his capital. എത്രയാണ് കൊണ്ടുവരുന്ന എമൗണ്ട്? നമ്മൾ പറഞ്ഞു 40,000 ആണ് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്നത്. 40,000 നമ്മൾ ജേർണൽ എൻട്രിയിൽ നമ്മൾ എൻട്രി ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ഡെബിറ്റിലും ക്രെഡിറ്റിലും. ദെൻ ക്യാഷ് അക്കൗണ്ട് അടുത്തത് എന്താണ്? പ്രീമിയം എത്രയാണ് കൊണ്ടുവരുന്നത്? 5,000 ആണ്. പ്രീമിയം കൊണ്ടുവരുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു, ഇവിടെ ക്യാപിറ്റലിന് പകരം ഇവിടെ എന്താണ് കൊണ്ടുവരുന്നത്? പ്രീമിയം അഥവാ ഗുഡ്വിൽ. രണ്ടായാലും ശരിയാണ്. അപ്പൊ പ്രീമിയം അഥവാ ഗുഡ്വിൽ നമ്മൾ എഴുതി 5,000 ബീയിങ് എമൗണ്ട് brought in by him as goodwill. ഓക്കെ, ഇനി ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 3:2 ആണ് എന്ത്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അദ്ദേഹത്തിന്റെ പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഷെയർ 1/6th ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്, ഫ്യൂച്ചർ പ്രോഫിറ്റ്. ഓക്കെ, പ്രീമിയം അക്കൗണ്ട്. അപ്പൊ മൂന്നാമത്തെ എൻട്രി ആയിട്ട് വരുന്നത് പ്രീമിയം അക്കൗണ്ട് ഓർ ഗുഡ്വിൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇവിടെ നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് നമുക്ക് ഒറ്റ ലൈനിൽ എഴുതാനായിട്ട് സാധിക്കില്ല. കാരണം രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? രാജൻ ആൻഡ് മോഹൻ. അപ്പൊ നമുക്ക് എങ്ങനെ എൻട്രി എഴുതണം? പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ഈ കൊണ്ടുവരുന്ന പുതിയ പാർട്ട്ണർ കൊണ്ടുവരുന്ന ഗുഡ്വില്ലിനെ രാജന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും മോഹന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഏത് റേഷ്യോയിലാണ്? സാക്രിഫൈസിങ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് തന്നിട്ടില്ല. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചർ പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് കണക്കിലെടുക്കുന്നത് ഏത് തന്നെയാണ്? ഓൾഡ് റേഷ്യോ തന്നെയാണ്. അപ്പൊ ഇവിടുത്തെ ഓൾഡ് റേഷ്യോ തന്നെയാണ് ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ ആയിട്ട് വരുന്നത്. അത് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മള് 3:2 എന്ന് പറയുന്ന റേഷ്യോ, അതായത് 5,000 into 3/5 മറ്റേത് എങ്ങനെയാണ്? മോഹന്റെ ക്യാപിറ്റൽ 5,000 into 2/5 അങ്ങനെയാണ് 3,000 2,000 വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിൽ 3 എൻട്രി നമുക്ക് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഇവിടെ 3 എൻട്രി വന്നു. ആദ്യം ക്യാപിറ്റല് ഗോവിന്ദ് കൊണ്ടുവരുന്നത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ക്യാപിറ്റൽ ഗോവിന്ദ്സ് ക്യാപിറ്റൽ. മറ്റൊന്ന് എന്തായിരുന്നു? പ്രീമിയം കൊണ്ടുവരുന്നത്. പ്രീമിയം എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു പ്രീമിയം. ഓക്കെ, അങ്ങനെ രണ്ടാമത്തെ എൻട്രി എഴുതി. മൂന്നാമത്തെ എൻട്രി ആയിട്ട് നമ്മൾ ആ കൊണ്ടുവരുന്ന പ്രീമിയത്തിനെ നമ്മൾ ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ ഈ ആൾട്ടർനേറ്റീവ് മെത്തേഡിൽ നമുക്ക് ഇത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ആദ്യത്തെ എൻട്രിക്ക് മാറ്റമില്ല. ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഗോവിന്ദ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് 40,000 എന്ന് എഴുതി. സെക്കൻഡ് എൻട്രിയിൽ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. ഡയറക്റ്റ് കൊണ്ടുവരുന്ന പ്രീമിയം നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്? അതായത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ലാസ്റ്റ് വരുന്ന എൻട്രി എങ്ങനെയാണ് വരിക? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു മോഹൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അത് റേഷ്യോ അത് തന്നെയാണ്, 3:2 തന്നെയാണ്. അപ്പൊ നമ്മൾ 3,000 2,000 വരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞ സെക്കൻഡ് കേസിന്റെ നമ്മൾ എൻട്രി പഠിച്ചു, അതിന്റെ കേസ് വെച്ചു. അതിന്റെ കേസ് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞത്. ഓക്കെ, അടുത്തത് നമുക്കൊരു ഇലസ്ട്രേഷൻ നോക്കാം. Rajinder and Surinder are partners in a firm sharing profit in the ratio of 4:1. On April 15th, 2017, they admit Narendra as a new partner. അപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ആണ്, എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. ആരൊക്കെയാണ്? രജിന്ദർ ആൻഡ് സുരീന്ദർ. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 4:1. പുതിയൊരു പാർട്ട്ണർ ഏപ്രിൽ 15, 2017 ജോയിൻ ചെയ്യുന്നു. പുതിയ പാർട്ട്ണറുടെ പേര് നരേന്ദ്രൻ എന്നാണ്. ഓൺ ദാറ്റ് ഡേറ്റ് there was a balance. ആ ഡേറ്റ് വരെയുള്ള ബാലൻസ് നമുക്ക് ബാലൻസ് ഷീറ്റിലെ ബാലൻസ് എങ്ങനെയാണ് കാണിക്കുന്നത്? ലയബിലിറ്റി സൈഡിലെ 20,000 ജനറൽ റിസർവ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ
ബാലൻസ് ഷീറ്റില് ഡെബിറ്റ് ബാലൻസ് ഓഫ് ₹10,000 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അത് കാണിക്കുന്നത് അസറ്റ് സൈഡിലാണ്. അസറ്റ് സൈഡില് ഡെബിറ്റ് ബാലൻസ് ആയിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ അത് നഷ്ടമാണ്, ലോസ് ആണ്. 10,000 നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Pass necessary journal entries regarding adjustment of accumulate profit or loss. നമ്മളോട് പറയുന്നത് ജേണൽ എൻട്രീസ് തയ്യാറാക്കുക. ഏതിനോടുമായി ബന്ധപ്പെട്ടതാണ്? അഡ്ജസ്റ്റ്മെന്റ് ഓഫ് അക്യുമുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. അഡ്ജസ്റ്റ്മെന്റ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റുമായി ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുക? നമ്മൾ ആദ്യം ഫോർമാറ്റ് വരയ്ക്കുന്നു. ഡേറ്റ് പർട്ടിക്കുലർ സെൽഫ് ഡെബിറ്റ് ക്രെഡിറ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ഇയർ 2017 ഏപ്രിൽ 15 എഴുതി. ആദ്യം നമുക്ക് ഉള്ളത് ഏതാണ്? ജനറൽ റിസർവ് ആണ്. നമുക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല. നമ്മൾ എന്താ എൻട്രി പഠിച്ചത്? ജനറൽ റിസർവ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ്. ഇവിടെ ആരോ ഓൾഡ് പാർട്ട്നേഴ്സ് ആയിരിക്കുകയാണ്? രജിന്ദറും സുരേന്ദ്രമാണ് ഇവിടെ ആരായിട്ടുള്ളത്? ഓൾഡ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ജനറൽ റിസർവ് അക്കൗണ്ട് ടു രജിന്ദേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 4:1 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ ഉള്ള 20,000 4/5 20,000 into 4/5 equal to 16,000. അങ്ങനെയാണ് 16,000 വരുന്നത്. അപ്പോൾ തന്നെ സുരേന്ദ്രന്റെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാ പോവുക? 20,000 into 1/5. ഈ 5 വരുന്നത് എങ്ങനെയാണ്? 4 + 1 ആണ്. 4:1 4 + 1 ആണ് 5 വന്നത്. അപ്പോൾ 20,000 into 1/5 equal to 4,000. 16,000 4,000 ആണ് നമുക്ക് എന്ത് വന്നിട്ടുള്ളത്? രജിന്ദറിന്റെ ക്യാപിറ്റലിലേക്കും സുരേന്ദ്രന്റെ ക്യാപിറ്റലിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഡെബിറ്റ് ബാലൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് ബാലൻസ് 10,000 rupees ആണ്. നമ്മൾ പറഞ്ഞു അത് ലോസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ലോസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്തായിരുന്നു? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓൾഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആയിരിക്കാണ്? രജിന്ദറും സുരേന്ദ്രമാണ്. രജിന്ദേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ, സുജിന്ദേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമുക്ക് 10,000 rupees എന്ന് പറയുന്നതാണ് ലോസ്. ഈ 10,000 rupeesനെ 4/5 1/5 നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 10,000 into 4/5 equal to 8,000. 10,000 into 1/5 equal to 2,000. അപ്പോൾ നമുക്ക് 2,000 8,000 2,000 ആണ് വരുന്നത്. ടോട്ടൽ എത്രയാണ്? 10,000 ആണ് നമുക്ക് വന്നത്. നമ്മൾ എങ്ങനെ എഴുതി നറേഷൻ? ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ബാലൻസ് ആയതുകൊണ്ടാണ് ഇറ്റ് ഈസ് ട്രാൻസ്ഫർ ടു എന്താണ്? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ജനറൽ റിസർവിന്റെ ഒരു ജേണൽ എൻട്രി ആണ്. ജനറൽ റിസർവ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടും. മറ്റൊന്ന് വന്നിട്ടുള്ളത് ലോസ് ആകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനുള്ളതാണ്. ലോസ് ആയപ്പോഴുള്ള എൻട്രി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നമുക്ക് നോക്കാം. അജിത് ആൻഡ് സുജിത്ത് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 5:3. ഇവിടെ രണ്ട് പാർട്ട്നേഴ്സ് ആണുള്ളത്. ആരൊക്കെയാണ്? അജിത്ത് ആൻഡ് സുജിത്ത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 5:3 ആണ്. Their balance sheet as on 31st March 2011 stood as follows. അവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 31st March 2011 ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് രണ്ട് കോളംസ് ഉണ്ട്, ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും. ലയബിലിറ്റി സൈഡ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ക്രെഡിറ്റേഴ്സ്, റിസർവ്, ക്യാപിറ്റൽ. അതില് നമുക്ക് ഇവിടെയുള്ള ഐറ്റം അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസസിൽ നമ്മളൊരു ഐറ്റം ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഏതാണ്? റിസർവ് ആണ് അല്ലെ. പിന്നെ ഈ ലയബിലിറ്റി സൈഡിൽ പ്രത്യേകിച്ച് വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പൊ നമ്മൾ അസറ്റ് സൈഡിലേക്ക് പോകുന്നു. അസറ്റ് ബാങ്ക്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫർണിച്ചർ, മെഷീനറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെയും എന്ത് വരുന്നുണ്ട്? അക്യുമുലേറ്റഡ് ലോസ് വരുന്നുണ്ട്. ഇത് ലോസ് എന്ന് പറയാനായിട്ടുള്ള കാരണം എന്താണ്? അസറ്റ് സൈഡ് ആയതുകൊണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ആണ്. നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അസറ്റ് സൈഡിലാണ് എഴുതുന്നതെങ്കിൽ അത് ഡെബിറ്റ് ബാലൻസ് ആണ്. 5,000 ആണുള്ളത്. അപ്പൊ നമുക്ക് ഒരു റിസർവും ഉണ്ട്, ഒരു ലോസും ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് എൻട്രി ചെയ്തതെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്കൊന്ന് വായിക്കാം. ഓൺ 1st April 2011 they decided to admit രജിത്ത് into partnership. പുതിയ പാർട്ട്ണർ വരാൻ പോകുന്നത് ആരാണ്? രജിത്ത് ആണ്. Pass journal entry for the adjustment of reserve and accumulated profit or losses at the time of രജിത്ത് admission. നമുക്ക് ജേണൽ എൻട്രി തയ്യാറാക്കാനാണ് പറയുന്നത്. റിസർവ്
എന്തിനാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് റിസർവ് ആൻഡ് അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ആൻഡ് ലോസസിന്റെ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ എൻട്രി എന്താ വരിക? റിസർവ് അക്കൗണ്ട് ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെയാണ് വരിക. അപ്പൊ ഓൾഡ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും അജിത്ത് ആൻഡ് സുജിത്ത് ആണ്. റിസർവ് അക്കൗണ്ട് ലെറ്റർ അജിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു സുജിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ. നമുക്ക് തന്നിരിക്കുന്ന എമൗണ്ട് റിസർവിന്റെ 16,000 ആണ്. 16,000 ഇൻറ്റു 5/8. 5 പ്ലസ് 3 ആണ് 8 അല്ലെ? 5/8. 16,000 ഇൻറ്റു 3/8 6,000. അപ്പൊ 10,000 ഉം 6,000 ആണ് വന്നിട്ടുള്ളത്. നമ്മൾ അതെടുത്ത് എഴുതി. അതിനുശേഷം നമുക്ക് ലോസ് ആണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു. എന്താണ് ലോസ്? ഈ ലോസിനെ നമുക്ക് എന്ത് ചെയ്യണം? ലോസിനെ നമുക്ക് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ പക്ഷെ ഇവിടെ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എൻട്രി വരുന്നത്? എങ്ങനെയാ? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇവിടെ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്തുകൊണ്ടാണ് ഡെബിറ്റ് ചെയ്തത്? കാരണം ലോസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്യാപിറ്റലിന്റെ അക്കൗണ്ട് കുറയുകയാണ് ചെയ്യുക അല്ലെ? ക്യാപിറ്റൽ അക്കൗണ്ട് കുറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അജിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ സുജിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പൊ അജിത്തിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് എൻട്രി വരിക? 5,000 ഇൻറ്റു 5/8. 5,000 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 5,000 തന്നിട്ടുണ്ട്. 5/8 ഈക്വൽ ടു 3,125. Then 5,000 into 3/8 1,875. ടോട്ടൽ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയിട്ട് പോകുന്നത് എത്രയാണ്? 5,000 ആണ്. ഇതാണ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത്. ജനറൽ റിസർവ് അല്ലെങ്കിൽ റിസർവ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ലോസ് വന്നിട്ടുള്ളതായിട്ടാണ് ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ പ്രോഫിറ്റ് വരികയാണെങ്കിൽ എങ്ങനെയാണ് വരിക? പ്രോഫിറ്റ് വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ലയബിലിറ്റി സൈഡിന്റെ അവിടെ വരും. ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എൻട്രി എങ്ങനെയാണ് വരിക? ഫസ്റ്റ് എൻട്രിക്ക് മാറ്റങ്ങളൊന്നുമില്ല. സെക്കൻഡ് എൻട്രിക്ക് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളതെങ്കിൽ, ക്രെഡിറ്റിലാണ് വന്നിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ളതിന്റെ എൻട്രി എങ്ങനെ വരിക? അതായത് പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ലെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇപ്പൊ നമ്മൾ എഴുതിയാണ് ഈ സെക്കൻഡ് എൻട്രിയുടെ നേരെ റിവേഴ്സ് ആണ്. പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ വരുന്നത് ബാക്കി കാൽക്കുലേഷൻസ് ഒക്കെ സെയിം ആണ്. പക്ഷെ പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രിക്ക് വ്യത്യാസം വരും. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡ്ജസ്റ്റ്മെന്റ് ഫോർ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസസിനെ കുറിച്ചാണ്. നമ്മൾ അതിന്റെ ജേർണൽ എൻട്രിയും വളരെ വിശദമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾ അത് ചെയ്ത് പഠിക്കുക. പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. അതുപോലെ തന്നെ ജേർണൽ എൻട്രീസ് നന്നായി പഠിച്ചു വെക്കുക. ഓക്കെ, അത് നോട്ടിൽ നന്നായിട്ട് എഴുതി വെക്കുക. നോട്ടിൽ എഴുതുക, ഒരു നോട്ട് തയ്യാറാക്കുക. ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇന്നെടുത്ത പോർഷന്റെ ഒരു നോട്ട് തയ്യാറാക്കുക. കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. Illustration 1. Joe and Sony are partners sharing profit and losses in the ratio of 2:1. Their balance sheet as on 31st December 2004 was as follows. നമുക്ക് രണ്ട് പാർട്ട്നേഴ്സ് ഇവിടെ ഉണ്ട്, ജോ ആൻഡ് സോണി. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് 2:1. ബാലൻസ് ഷീറ്റ് നമുക്ക് 2004 ആണ് തന്നിട്ടുള്ളത്. ബാലൻസ് ഷീറ്റ് നമുക്ക് 2004 ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ലയബിലിറ്റി സൈഡ് നമുക്ക് ആദ്യം നോക്കാം. സൺട്രി ക്രെഡിറ്റേഴ്സ് 45,000, ബിൽസ് പേയബിൾ 5,000, ക്യാപിറ്റൽ ജോയുടെ ക്യാപിറ്റൽ 50,000, സോണി 25,000, ടോട്ടൽ 75,000 ആണ് വന്നിരിക്കുന്നത്. ലയബിലിറ്റി സൈഡിന്റെ ടോട്ടൽ 1,25,000. അസറ്റ് സൈഡ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം? അസറ്റുകൾ ക്യാഷ് ഇൻ ഹാൻഡ് 4,000, ക്യാഷ് അറ്റ് ബാങ്ക് 11,000, സ്റ്റോക്ക് ഇൻ ട്രേഡ് 35,000, പ്ലാന്റ് ആൻഡ് മെഷീനറി 25,000, പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50,000, ടോട്ടൽ 1,25,000. Above is submitted into the partnership on the balance sheet date on the basis of the following. എബോനെയാണ് പുതിയതായിട്ട് പാർട്ട്ണർ ആയിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റുകൾ നമുക്ക് നോക്കാം. എബോ വിൽ ബ്രിങ് 50,000 ആസ് ഹിസ് ക്യാപിറ്റൽ. അപ്പോൾ എബോ കൊണ്ടുവരുന്നത് എത്ര രൂപയാണ് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവരുന്നത്? 50,000 ആണ്, 50,000 രൂപ. സ്റ്റോക്ക് ഇൻ ട്രേഡ് ഷുഡ് ബി ഡിക്രീസ്ഡ് ബൈ 5,000. ഇവിടെ സ്റ്റോക്ക് ഇൻ ട്രേഡ് ഡിക്രീസ് ചെയ്തു. എത്രയായിട്ട് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഡിക്രീസ് ചെയ്യുന്നത്? ഇവിടെ തന്നിരിക്കുന്നത് 35,000 ആണ്. അതിൽ 5,000 കുറഞ്ഞു എന്നാണ് പറയുന്നത്. 35,000 നിന്നും സ്റ്റോക്കിന്റെ വാല്യൂ എത്രയായിട്ട്? 35,000 നിന്നും ഒരു 5,000 കുറഞ്ഞു. അതായത് 30,000 ആണ് ശരിക്കും വാല്യൂ ഇപ്പൊ ഉള്ളത്. ഓക്കെ, 5,000 രൂപ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി ഷുഡ് ബി ഇൻക്രീസ്ഡ് ടു 35,000. ഇവിടെ ശ്രദ്ധിക്കുക,
നമുക്ക് തന്നിരിക്കുന്ന പ്ലാന്റ് ആൻഡ് മെഷീനറി ബുക്ക് വാല്യൂവിലുള്ളത് 25,000 ആണ് അല്ലെ. പക്ഷെ നമുക്ക് ഇപ്പോഴത്തെ വാല്യൂ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ എത്രയായിട്ട് വർദ്ധിച്ചു എന്നാണ് പറയുന്നത് 35,000 ആയിട്ട് വർദ്ധിച്ചു. അപ്പൊ എത്ര രൂപ വർദ്ധിച്ചു? 10,000 റുപ്പീസിന്റെ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഷുഡ് ബി അപ്രീഷിയേറ്റഡ് ബൈ 10%. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും അപ്രീസിയേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ വർധനവ് സംഭവിച്ചു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ്? 50,000 ആണ്. അതിന്റെ 10% എന്ന് പറയുമ്പോൾ 5,000 വർധനവ് സംഭവിച്ചു അല്ലെ. 50,000 into 10/100 എന്ന് പറയുന്നത് എത്രയാണ്? 5,000. Bills payable and creditors be decreased by 5% and 10% respectively. ഇവിടെ ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും നമുക്കറിയാം അത് രണ്ടും ലയബിലിറ്റി ആണ്. ഈ ലയബിലിറ്റിക്ക് എന്ത് സംഭവിച്ചു? ലയബിലിറ്റി കുറഞ്ഞു. ലയബിലിറ്റി എത്രയായിട്ട് കുറഞ്ഞു എന്ന് പറയുന്നത്? ബിൽസ് പേയബിള് 5,000 സൺട്രി ക്രെഡിറ്റേഴ്സ് എത്രയായിട്ട് 10% കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ 45,000 എത്രയാണ് 10% എന്ന് പറയുമ്പോൾ 4,500 ബിൽസ് പേയബിൾ 5,000 5% എന്ന് പറയുമ്പോൾ എത്രയാണ് 250 എമൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെക്കോർഡ് ദ നെസസറി ജനറൽ എൻട്രീസ്, പ്രിപ്പയർ റിവാലുവേഷൻ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഓൾസോ പ്രിപ്പയർ ബാലൻസ് ഷീറ്റ് ആഫ്റ്റർ എബോവ് സബ്മിഷൻ. ഇവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ആദ്യം ജനറൽ എൻട്രി എഴുതണം. അതിനുശേഷം നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കണം, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കണം. അതിനുശേഷം എബോർഡ് അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ്, അതായത് അസറ്റും ലയബിലിറ്റിയും റിവാല്യൂ ചെയ്തതിനു ശേഷമുള്ള ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ജേണൽ എൻട്രീസ് നോക്കാം. ജേണൽ എൻട്രി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിന്റെ ഫോർമാറ്റും പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ നമുക്കിതിൽ ആദ്യം കാണിക്കേണ്ട എൻട്രി എന്ന് പറയുന്നത് എബോവ് കൊണ്ടുവരുന്ന ക്യാപിറ്റലിന്റെ എൻട്രി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് മുമ്പ്. എന്താണ് സാധാരണ ഒരു ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു ക്യാപിറ്റൽ എന്നാണ് പറയുക. ഇവിടെ ആരാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്? എബോ ആണ് ക്യാപിറ്റൽ, പുതിയ പാർട്ട്ണർ ആണ്. അതുകൊണ്ട് ക്യാഷ് അക്കൗണ്ട് ഡെറ്റ് ടു എബോസ് ക്യാപിറ്റൽ. എബോ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 50,000. അതെടുത്ത് എഴുതി നമ്മൾ 50,000. ക്യാഷ് ബ്രോട്ട് ഇൻ ബൈ എബോ എസ് ഈസ് ക്യാപിറ്റൽ. ഓക്കെ, അടുത്തത് നമ്മൾ പിന്നെ എൻട്രിയിൽ പഠിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? അസറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി പഠിച്ചിട്ടുള്ളത്? അസറ്റ് കൂടുകയാണെങ്കിൽ എന്താ എൻട്രി? അസറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു റിവാലുവേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ അസറ്റുകൾക്കാണ് ഇവിടെ വർധനവ് സംഭവിച്ചിട്ടുള്ളത്? യെസ്, പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും അതുപോലെ തന്നെ ഏതാണ് ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനും. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്? പ്ലാന്റ് ആൻഡ് മെഷീനറി നമ്മൾ ആദ്യം എഴുതുന്നു അസറ്റ് അക്കൗണ്ട് ഡെറ്റ് ടു റിവാലുവേഷൻ ആണ്. അപ്പൊ ഏതൊക്കെയാണ് അസറ്റുകൾ അത് ഇൻഡിവിജ്വലി നമ്മളിവിടെ എടുത്ത് എഴുതണം. അപ്പൊ പ്ലാന്റ് ആൻഡ് മെഷീനറി ആദ്യം നമ്മൾ എഴുതി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നമ്മൾ എടുത്ത് എഴുതി. ഇനി അതിന്റെ എമൗണ്ട് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്ലാന്റ് ആൻഡ് മെഷീനറി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 35,000 ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 25,000 ആയിരുന്നു, 35,000 ആയി. 35,000 എന്ന് ഒരിക്കലും എഴുതി വെക്കരുത്. എന്താണ് ഇൻക്രീസ്ഡ് ടു 35,000 എന്നാണ് പറയുന്നത്. 25,000 ഉണ്ടായിരുന്നത് 35,000 ആയി. അപ്പൊ എത്ര രൂപയുടെ വർധനവ് സംഭവിച്ചു? 35,000 25,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ്? 10,000 രൂപ വർദ്ധിച്ചു. ആ 10,000 ഡിഫറൻസ് എമൗണ്ട് ആണ് നമുക്ക് ജനറൽ എൻട്രിയിൽ എഴുതേണ്ടത്. ഇതൊക്കെ നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോണ എമൗണ്ടുകളാണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്ര രൂപ അപ്രീസിയേഷൻ സംഭവിച്ചു? 10% അല്ലെ. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എത്രയാണ്? അവിടെ 50,000 ആണ്. 50,000 10% എന്ന് പറയുമ്പോൾ എത്രയാണ്? 5,000. 5,000 അപ്രീസിയേഷൻ സംഭവിച്ചു. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയെയും ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനെയും ഡെബിറ്റ് ചെയ്യുന്നു, റിവാലുവേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. 15,000. അങ്ങനെയാണ് ടോട്ടൽ 15,000 ഇവിടെ പോകുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ ഇൻക്രീസിംഗ് വാല്യൂ ഓഫ് അസറ്റ് എഴുതി. അതുപോലെ തന്നെ നമുക്ക് അസറ്റിന് ഏതെങ്കിലും ഡിക്രീസ് സംഭവിക്കുന്നുണ്ടോ? ഉണ്ട് അല്ലേ. സ്റ്റോക്കിനാണ് ഇവിടെ കുറവ് സംഭവിക്കുന്നത്. സ്റ്റോക്ക് 5,000 രൂപ കുറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 35,000 രൂപ ഉണ്ടായിരുന്ന അസറ്റിന്റെ വില അതിൽ നിന്ന് 5,000 രൂപ കുറഞ്ഞു. അതായത് 35,000 നിന്ന് 5,000 രൂപ കുറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫറൻസ് എമൗണ്ട് അല്ലെങ്കിൽ ഡിഫറൻസ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എത്രയാണോ കുറവ് സംഭവിച്ചത് ആ എമൗണ്ട് ആണ് ഇവിടെ കാണിക്കുക. ഓക്കെ, എത്രയാണോ കുറവ് സംഭവിച്ചത് അല്ലെങ്കിൽ എത്രയാണോ കൂടുതൽ സംഭവിച്ചത് ആ എമൗണ്ട് മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് അസറ്റ് കുറയുമ്പോൾ എൻട്രി എന്താണ്? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു അസറ്റ് എന്നാണ് അല്ലെ. ഇവിടെ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു ഒരു അസറ്റ് ആണ് ഇവിടെ കുറയുന്നത്. അതുകൊണ്ട് തന്നെ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു സ്റ്റോക്ക് എന്നാണ് എഴുതേണ്ടത്. റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റ് ടു സ്റ്റോക്ക് 5,000. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. ഓക്കെ, ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അപ്പൊ നമ്മൾ അസറ്റിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ലയബിലിറ്റിയിലേക്ക് വരാം. ലയബിലിറ്റിയിൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്
ലയബിലിറ്റി ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സിനും കുറവ് സംഭവിച്ചു അല്ലെ, കുറഞ്ഞു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലയബിലിറ്റി കുറയുകയാണ്. ലയബിലിറ്റി കുറയുമ്പോൾ എന്താണ് കമ്പനിയെ സംബന്ധിച്ചൊരു പ്രോഫിറ്റ് തന്നെയാണ് അല്ലെ. അപ്പോ എന്താണ് എൻട്രി വരിക? ലയബിലിറ്റീസ് അക്കൗണ്ടഡ് ടു റിവാലുവേഷൻ. ഓക്കെ, ലയബിലിറ്റി അക്കൗണ്ടഡ് ടു റിവാലുവേഷൻ എന്നാണ് വരിക. അപ്പൊ എങ്ങനെയാണ് എൻട്രി വരിക? ബിൽസ് പേയബിൾ അക്കൗണ്ടഡ്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടഡ് ടു റിവാലുവേഷൻ. ഓക്കെ, രണ്ട് ലയബിലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് രണ്ട് ലയബിലിറ്റിയുടെ നമ്മൾ ഇവിടെ പേര് എഴുതിയിരിക്കുന്നത്. ബിൽസ് പേയബിൾ എത്രയാന്ന് നോക്കുക. ഇവിടെ നമുക്ക് ഡയറക്റ്റ് എമൗണ്ട് തന്നിട്ടില്ല. ബിൽസ് പേയബിൾ 5% കുറഞ്ഞു. ബിൽസ് പേയബിൾ ഇവിടെ എത്രയാണ്? 5000 ആണ്. അപ്പൊ 5000 into 5/100. ഓക്കെ, അപ്പൊ എത്രയാണ്? 250. ഓക്കെ, ദെൻ ക്രെഡിറ്റേഴ്സിന് എന്ത് സംഭവിച്ചു? 10% കുറഞ്ഞു. ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ നോക്കുക, എത്രയാണ്? 45,000 ആണ് അല്ലെ. ക്രെഡിറ്റേഴ്സിന്റെ വാല്യൂ എത്രയാണ്? 45,000 ആണ്. 45,000 into 10/100 4,500. 4,500 plus 250 എത്രയാണ്? 4,750. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അസറ്റിന്റെ ലയബിലിറ്റിയിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇത്രയും ലയബിലിറ്റി ഇവിടെ കൂടുന്നൊന്നുമില്ല, ലയബിലിറ്റി കുറയുക മാത്രമാണ് ചെയ്യുന്നത്. അസറ്റിനാണ് കൂടുതലും കുറവും വരുന്നിട്ടുള്ളത്. അൺറെക്കോർഡ് ആയിട്ടുള്ള അസറ്റുകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ അൺറെക്കോർഡ് അസറ്റും അൺറെക്കോർഡ് ലയബിലിറ്റിയും ഇല്ല. നെക്സ്റ്റ് നമുക്ക് എന്ത് തയ്യാറാക്കണം? റിവാലുവേഷൻ അക്കൗണ്ട് ആണ് തയ്യാറാക്കേണ്ടത്. അതിനുശേഷം മാത്രമാണ് നമുക്ക് എന്ത് എഴുതാൻ പറ്റുള്ളൂ? റിവാലുവേഷന്റെ എന്ത് എഴുതാൻ പറ്റുക? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കുക. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഒരു കോളം അവിടെ എന്ത് ചെയ്യുക? ബ്ലാങ്ക് ആയിട്ട് ഇടുക. അല്ലെങ്കിൽ ഒരു എൻട്രി എഴുതാനുള്ള സ്പേസ് വിട്ടിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനായിട്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് റിവാലുവേഷൻ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമുക്ക് അറിയണം അല്ലെ. അപ്പൊ അതിന്റെ ഒരു എൻട്രി വിടാനായിട്ട് നമ്മളൊരു സ്പേസ് ജേണൽ എൻട്രിയിൽ കൊടുക്കണം. നമുക്കിനി റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കാം. അപ്പൊ നമ്മൾ പ്രോബ്ലം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. റിവാലുവേഷൻ അക്കൗണ്ട് ആണ് നമുക്ക് ഇപ്പൊ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ ഓർത്തെടുക്കുക, എൻട്രികളൊന്നും ഓർത്തെടുക്കുക. നമ്മൾ ഈ റിവാലുവേഷന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത് എന്താണ്? അസറ്റ് കുറവും ലയബിലിറ്റി കൂടുതലുള്ളതാണ് ഇവിടെ എഴുതുക. അതായത് എക്സ്പെൻസസ് ആണ്. ഡെബിറ്റ് ചെയ്യുന്നത് എക്സ്പെൻസസിനെയാണ്, ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻകത്തിനെയാണ്. അതായത് അവിടെ എന്ത് സംഭവിക്കുന്നു? അസറ്റ് കൂടുതലുള്ളതിനും ലയബിലിറ്റി കുറവുള്ളതാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുക. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ട് ടു സ്റ്റോക്ക് നമ്മളവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിന്റെ വാല്യൂ കുറഞ്ഞിട്ടാണ്. അപ്പൊ 5,000 എഴുതി. ആ ഒരു ഐറ്റം മാത്രമാണ് ഏത് സൈഡിൽ വരുന്നുള്ളൂ? ഏത് സൈഡിൽ വരുന്നത്? നമ്മുടെ റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത്. ദെൻ ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ട്? പ്ലാൻ ആൻഡ് മെഷീനറി അല്ലെ. പ്ലാൻ ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും വർധനവ് സംഭവിച്ചു. ആ 10,000ഉം 5,000 കൂടെ എടുത്ത് എഴുതി. എന്തായിരുന്നു എൻട്രി? പ്ലാൻ ആൻഡ് മെഷീനറി അക്കൗണ്ട് ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ടു റിവാലുവേഷൻ. അപ്പൊ 10,000 5,000 നമ്മളിവിടെ എഴുതി. പിന്നെ നമ്മൾ എൻട്രി എഴുതുന്നത് ലയബിലിറ്റിയുടെ ആണ്. ലയബിലിറ്റിക്കും കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ എൻട്രി എന്താ വരിക? എൻട്രി വരുന്നത് എങ്ങനെയാണ്? ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ടു റിവാലുവേഷൻ. അപ്പോൾ റിവാലുവേഷൻ അക്കൗണ്ടിൽ എന്താ എഴുതി നമ്മൾ? ബൈ ബിൽസ് പേയബിൾ, ക്രെഡിറ്റേഴ്സ് 250, 4,500. അതിനുശേഷം ഇപ്പൊ നമ്മൾ ഇവിടെ ഇത്രയും ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. 19,750 ആണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഇവിടെ ആകെയുള്ളത് 5,000 ആണ്. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ടോട്ടൽ ചെയ്യണം അല്ലെ. ടോട്ടൽ ചെയ്തപ്പോൾ നമുക്ക് 19,750 ഈ സൈഡിൽ 5,000 ഉള്ളത് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14,750 ആണ്. 14,750യെ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? റിവാലുവേഷൻ പ്രോഫിറ്റ് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്, ഏത് പാർട്ട്നേഴ്സിന്റെ? ഓൾഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഏത് റേഷ്യോയിലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക? 2:1 എന്നുള്ള റേഷ്യോയിലെ, ഓൾഡ് റേഷ്യോയില് അല്ലെ. അപ്പോ 14,750നെ 50 ഇൻറ്റു എന്താണ്? 2/3. അങ്ങനെയാണ് 2/3. 2 + 1 ആണ് ടോട്ടൽ 3 വരുന്നത്. അപ്പോൾ 14,750 ഇൻറ്റു 2/3 ആണ്. 9,833. സോണിയുടെ ക്യാപിറ്റൽ കാണാനായിട്ട് 14,750നെ 1/3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് 4,917. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ കാണിക്കണം. അത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുക. ഇതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതിന് ശേഷം നമ്മൾ എന്ത് എൻട്രി എഴുതുന്നു?
എങ്ങനെയാണ് നമ്മളവിടെ ഒരു എൻട്രി ഫില്ല് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഇതിൽ നിന്ന് നമുക്ക് ഈ സൈഡിലാണ് പ്രോഫിറ്റ് ആണെങ്കിലാണ് എവിടെ വരിക? ഈ സൈഡിൽ വരുന്നത് അല്ലെ? പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഏത് സൈഡിലാണ് വരിക? ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പോ എന്താ എൻട്രി വരിക? ഇതിൽ നിന്ന് നമുക്ക് എൻട്രി എഴുതി കൂടെ? എന്താണ് വരിക എൻട്രി? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ജോയ്സ് ക്യാപിറ്റൽ ടു സോണീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് അവിടെ എൻട്രിയിൽ 9833ഉം 4917ഉം കാണിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എൻട്രി വരുന്നത് ഒന്നുകൂടിയും പറയാം. പ്രോഫിറ്റ് ആണെങ്കിൽ എൻട്രി ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാം. റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ജോയ്സ് ക്യാപിറ്റൽ സോണീസ് ക്യാപിറ്റൽ. റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ശരിക്കും വരിക. പക്ഷെ ഇവിടെ റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ജോയ്സ് ക്യാപിറ്റലും സോണീസ് ക്യാപിറ്റലാണ് വന്നിരിക്കുന്നത്. 9833ഉം 4917ഉം. അങ്ങനെ ടോട്ടൽ 14,750 ആണ് നമുക്ക് റിവാലുവേഷൻ അക്കൗണ്ടിലേക്ക് പോവാം. അപ്പൊ എൻട്രി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ജോയ്സ് ക്യാപിറ്റൽ ആൻഡ് ജോയ്സ് ക്യാപിറ്റൽ ടു സോണീസ് ക്യാപിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി. റിവാലുവേഷന്റെ പ്രോഫിറ്റ് ആണ് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നമ്മൾ സാധാരണ പോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലെ പർട്ടിക്കുലർ 3 ജോ, സോണി, എബോ 3 പാർട്ട്ണറുടെ പേര് എഴുതണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിലും ജോ, സോണി, എബോ. ആദ്യം നമ്മൾ എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് നമുക്ക് ബാലൻസ് ഷീറ്റിലെ ബുക്സ് ഓഫ് അക്കൗണ്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 50,000 ആണ്. അപ്പൊ 50,000 ജോയുടെയും സോണിയുടെ 25,000 ആണ്. അപ്പൊ ജോയുടെ 50,000ഉം സോണിയുടെ 25,000ഉം നമ്മൾ എഴുതി. ദെൻ ഇനി എഴുതേണ്ടത് റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ്. നമ്മുടെ എൻട്രി എന്തായിരുന്നു? റിവാലുവേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് പ്രോഫിറ്റ് നമ്മൾ അവിടെ മാർക്ക് ചെയ്യുന്നത്? എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്? ബൈ റിവാലുവേഷൻ. ബൈ റിവാലുവേഷൻ എഴുതി 9833. നമുക്കറിയാലോ 9833 എന്നുള്ളത് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദെൻ സോണിയുടെ 4917. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. റിവാലുവേഷൻ പ്രോഫിറ്റ് ആണ് നമുക്കിവിടെ എഴുതിയിട്ടുള്ളത്. ദെൻ പിന്നെ മറ്റൊരു കാര്യം വിട്ടുപോകരുത് എഴുതാനായിട്ട്. എബോവ് ഇവിടെ ക്യാപിറ്റൽ കൊണ്ടുവരുന്നുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ആണല്ലോ, 3 പാർട്ട്നേഴ്സും ഉണ്ട്. അതുകൊണ്ട് എബോവ് ആകെ കൊണ്ടുവരുന്ന ഇവിടെ എന്ത് മാത്രമാണ്? ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എബോവ്സ് ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എബോവിന്റെ കോളത്തിൽ എന്ത് എഴുതുക? ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അല്ലേ? അപ്പൊ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് എബോയുടെ കോളത്തിൽ 50,000 എന്ന് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് ചെയ്യാം. അപ്പൊ 59,833, ഇവിടെ 29,917, 50,000. ഇവിടെയും അതുപോലെ തന്നെ 59,833, 29,917, 50,000. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ നമ്മൾ ടോട്ടൽ കിട്ടിയതിന് ശേഷം എന്താണ്? ഡെബിറ്റ് സൈഡിൽ ഒന്നുമില്ല അല്ലെ? അതിനെ ഇവിടെ എന്ത് ചെയ്യണം? ക്യാരി ഫോർവേഡ് ചെയ്യണം അല്ലെ? ക്യാരി ഡൗൺ ചെയ്യുക. അപ്പൊ എന്താണ്? ക്യാരി ഫോർവേഡ് ചെയ്യുമ്പോൾ 59,833, 29,917, 50,000. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് വരുന്നത്. അത് നമ്മളിവിടെ എഴുതുന്നു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത് ജോയുടെ അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് ആണ്. ജോയുടെ അഡ്മിഷന് ശേഷം എബോ ആണ് പുതിയ പാർട്ട്ണർ വന്നതിന് ശേഷമുള്ള ഒരു ബാലൻസ് ഷീറ്റ് ആണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. നമുക്ക് ഫോർമാറ്റ്, ലയബിലിറ്റി, റുപ്പീസ്, എമൗണ്ട്, അസറ്റ്, എമൗണ്ട്. ആദ്യം നമുക്ക് ക്യാഷ് നോക്കാം. ക്യാഷിൽ ഇവിടെ ഉണ്ടായിരുന്നത് 4,000 ആയിരുന്നു. പ്ലസ് എന്തുകൂടി നമ്മൾ ആഡ് ചെയ്യണം? 50,000 ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലെ? ആ 50,000 ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള എമൗണ്ട് കൂടി ഇവിടെ കാണിക്കുക. അപ്പൊ ക്യാഷ് 4,000 പ്ലസ് 50,000, 54,000. ഇവിടെ കാണിക്കുന്നത് എത്രയാണ്? 4,000 പ്ലസ് 50, 54,000. ഇനി ക്യാഷ് അറ്റ് ബാങ്കിന് മാറ്റമൊന്നുമില്ല, അത് 11,000 തന്നെ എടുത്ത് എഴുതി. സ്റ്റോക്ക് എത്രയായിരുന്നു? ഇവിടെ 35,000 ആണ് നമുക്ക് ബാലൻസ് ഷീറ്റിൽ. മുമ്പത്തെ ബാലൻസ് ഷീറ്റിൽ എത്രയായിരുന്നു? 35,000 ആയിരുന്നു അല്ലെ? അതിൽ നിന്ന് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് 5,000 രൂപ അതിൽ കുറഞ്ഞു വന്നു. അപ്പൊ 35,000ൽ നിന്ന് ഈ 5,000 രൂപ കുറച്ചിട്ട് ബാക്കി ഇപ്പോഴത്തെ കറന്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? സ്റ്റോക്കിന്റെ 30,000 ആണ്. ഓക്കെ,
ദെൻ മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ഇൻക്രീസ് ആണ് അല്ലെ? 35,000 ആയിട്ട് കൂടി. 25,000 ഉണ്ടായിരുന്നത് എത്ര രൂപ അപ്രീസിയേഷൻ സംഭവിച്ചു? ഇൻക്രീസ് സംഭവിച്ചു. 10,000 രൂപയുടെ ഒരു വർധനവ് സംഭവിച്ചു. അപ്പൊ 35,000 ആണ് ഇപ്പോഴത്തെ വാല്യൂ. അത് എഴുതി. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിനോ? ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് സംഭവിച്ചത് എന്താണ്? 10% അതും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 50,000 ആയിരുന്നു. ആഡ് ഇൻക്രീസ് 50,000ന്റെ 10% 5,000. അങ്ങനെ 55,000 ആയിട്ട് എന്ത് മാറി? ബിൽഡിംഗ് മാറി. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 55,000 ആയി ഇപ്പോഴത്തെ കറന്റ് വാല്യൂ. അപ്പൊ നമ്മൾ അസറ്റ് സൈഡൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി ലയബിലിറ്റി സൈഡിലേക്ക് നോക്കാം. ലയബിലിറ്റി സൈഡിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ടുണ്ട്? സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സ് 45,000 ആണ് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മളിവിടെ അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു. എന്താണ്? 45,000 അതായത് സൺട്രി ക്രെഡിറ്റേഴ്സും ലയബിലിറ്റിക്ക് കുറവ് സംഭവിച്ചിട്ടുണ്ട്. എത്ര രൂപ കുറവ് സംഭവിച്ചിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സ് 10% 10%ത്തിന്റെ കുറവ് സംഭവിച്ചു. 10%. അതായത് 45,000ന്റെ 10% എന്ന് പറയുന്നത് 4,500. 45,000ൽ നിന്ന് 4,500 ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 40,500 ആണ് സൺട്രി ക്രെഡിറ്റേഴ്സ് ഇപ്പോഴത്തെ വാല്യൂ. അതായത് ലയബിലിറ്റി കുറഞ്ഞു. 45,000 ഉണ്ടായിരുന്ന ലയബിലിറ്റി കുറഞ്ഞ് 40,500 ആയി. ബിൽസ് പേയബിളിന് എന്ത് സംഭവിച്ചു? അതിലും കുറവ് സംഭവിച്ചിട്ടുണ്ട്. ബിൽസ് പേയബിള് നമുക്ക് തന്നിരിക്കുന്നത് 5,000 ആയിരുന്നു അല്ലെ? അത് 5% കുറഞ്ഞു. അപ്പൊ 5,000ന്റെ 5% എന്ന് പറയുന്നതാണ് 250. 5,000ൽ നിന്ന് 250 പോയി കഴിഞ്ഞാൽ 4,750. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് 5,000 രൂപ ഉണ്ടായിരുന്ന ബിൽസ് പേയബിൾ എത്ര രൂപയായിട്ട് കുറഞ്ഞു? 4,750 ആയിട്ട് കുറഞ്ഞു. ദെൻ ഇനി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ എഴുതാനായിട്ടുള്ളത് എന്താണ്? ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇവിടെ വരിക. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അതിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എത്രയാണ്? ജോവിന്റെ 59,833, സോണി 29,917, എബോയുടെ 50,000. അങ്ങനെ 1,39,750. ടോട്ടല് നമ്മൾ രണ്ട് ഭാഗവും എന്തായിട്ട് മാറും? ഈക്വലി തുല്യമായിട്ട് നമുക്ക് ലഭിക്കും 1,85,000. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം റിവാലുവേഷൻ അക്കൗണ്ടിന്റെ ഒരു പ്രോബ്ലം ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. റിവാലുവേഷൻ അക്കൗണ്ടിൽ ഇപ്പൊ നമ്മൾ ആദ്യം ജേർണൽ എൻട്രി നമ്മൾ പഠിച്ചിരുന്നു, ഫോർമാറ്റ് പഠിച്ചിരുന്നു. അത് വെച്ച് നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തതാണ്. ആദ്യം നമ്മൾ ജേർണൽ എൻട്രി എഴുതി, അതിനുശേഷം റിവാലുവേഷൻ അക്കൗണ്ട് തയ്യാറാക്കി, പിന്നെ നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തു, ലാസ്റ്റ് ഇപ്പോൾ എബോയുടെ പുതിയ പാർട്ട്ണറുടെ അഡ്മിഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റും തയ്യാറാക്കി. അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾ എല്ലാവരും ചെയ്ത് പഠിക്കുക. അപ്പോൾ ഇനിയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയുള്ള നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഇതിനോട് ബന്ധപ്പെട്ട പുതിയ പ്രോബ്ലംസുകൾ, വേറെ പ്രോബ്ലംസ്, അഡീഷണൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാം. അപ്പൊ ഈ പ്രോബ്ലത്തിന്റെ എൻട്രികൾ നന്നായി പഠിക്കുക. അതുപോലെ തന്നെ എന്താണ്, ഈ പ്രോബ്ലം സ്വയം ഒന്ന് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.